യുദ്ധം തുടങ്ങിയത് നിങ്ങളാകാം, പക്ഷേ അത് എപ്പോൾ തീരണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ഇറാൻ നൽകിയ മറുപടിയാണിത്. ഭരണമാറ്റമാണ് പരിഹാരമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇറാൻ. മേഖലയിലെ സംഘർഷത്തിന് എപ്പോൾ വിരാമമിടണമെന്ന് തീരുമാനിക്കുന്നത് ഇറാൻ ആയിരിക്കുമെന്ന് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അവർ വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്നും യുദ്ധം അധികം വൈകാതെ അവസാനിക്കുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇറാൻ രംഗത്തെത്തിയത്. ചൂതാട്ടക്കാരനായ ട്രംപ് ഈ യുദ്ധം തുടങ്ങിയത് നിങ്ങളാകാം, പക്ഷേ ഇത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും. ഇറാൻ സൈനിക വക്താവ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ ഇസ്രായേലി ലക്ഷ്യങ്ങൾക്കെതിരായ സൈനിക നടപടികൾ അവസാനിക്കുമ്പോൾ മേഖലയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തങ്ങളായിരിക്കുമെന്നും IRGC വ്യക്തമാക്കി. അതേസമയം ഇറാനിലെ ഭരണമാറ്റമാണ് പരിഹാരമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും തങ്ങളുടെ പരമാധികാരത്തിൽ മേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ടെഹ്റാൻ. അമേരിക്കൻ സൈനികർക്ക് ഒന്നും ചെയ്യാനില്ലെന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇറാൻ മിസൈൽ ശേഖരവും സൈനിക ശക്തിയും തകർത്തുവെന്ന് ട്രംപ് പറഞ്ഞത് അസംബന്ധമാണെന്നും സുശക്തമാണ് ഇറാൻ എന്നും സൈനിക വക്താവ് വ്യക്തമാക്കുന്നു. മധ്യപൂർവ്വദേശത്തിന്റെ ഭാവിയും സമാധാനവും പൂർണ്ണമായും ഇറാൻ സൈന്യത്തിന്റെ പക്കലാണ്. അമേരിക്കയ്ക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കിയതായി AFP റിപ്പോർട്ട് ചെയ്യുന്നു. ഒരാൾക്ക് മാത്രമായി സുരക്ഷയെന്ന് ധരിക്കേണ്ടെന്നും ഒന്നുകിൽ എല്ലാവരും സുരക്ഷിതർ അല്ലെങ്കിൽ ആരും സുരക്ഷിതരല്ലെന്നും സൈന്യം പ്രസ്താവനയിൽ പറയുന്നു. അമേരിക്കയുടെ എപ്പിക് മിസ്റ്റേക്കിന് 10 ദിവസമായെന്നും ഇന്ധനവില റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണെന്നും അമേരിക്കയുടെ ലക്ഷ്യമെന്തെന്ന് വ്യക്തമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി പറഞ്ഞു. ഈ യുദ്ധത്തിന് ഇറാൻ സുസജ്ജമാണെന്നും ഒരു പിഴവുമില്ലെന്നും സർപ്രൈസുകൾ വരാനിരിക്കുന്നുവെന്നും അറഗ്ചി മുന്നറിയിപ്പ് നൽകി. അയൽ രാജ്യങ്ങളുടെ മണ്ണോ ആകാശമോ തങ്ങൾക്കെതിരായ ആക്രമണത്തിന് വിട്ടു നൽകരുതെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാർ ആവശ്യപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ ഭീഷണി ആഗോള എണ്ണ വിപണിയെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. യുദ്ധം കൂടുതൽ ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ മേഖലയിൽ സമാധാനം അകലെയാണെന്ന സൂചനയാണ് ഇരുവിഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അമേരിക്ക ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ യുദ്ധം ഏകദേശം അവസാനിച്ചെന്ന പ്രഖ്യാപനവുമായി ട്രംപ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഏകദേശം 4-5 ആഴ്ചകൾ യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും എന്നാൽ US വളരെ മുന്നിലാണെന്നും ഇത് വേഗത്തിൽ തന്നെ അവസാനിച്ചെന്നുമാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. തിങ്കളാഴ്ച CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ ഈ അഭിപ്രായ പ്രകടനം. യുദ്ധം ഏകദേശം അവസാനിച്ചു. ഇറാന് നാവികസേനയില്ല, ആശയവിനിമയ സംവിധാനങ്ങളില്ല, വ്യോമസേനയുമില്ലെന്ന് ട്രംപ് പരിഹസിച്ചു. അവരുടെ മിസൈലുകൾ ചിതറിപ്പോയി. നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാകും. നിർമ്മാണത്തിൽ ഉൾപ്പെട്ട അവരുടെ ഡ്രോണുകൾ എല്ലായിടത്തും നശിപ്പിക്കപ്പെടുകയാണ്. സൈനികപരമായി അവർക്കിനി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അതിലൂടെ കപ്പലുകൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അത് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അവർക്ക് ചെയ്യാനുള്ളതെല്ലാം അവർ ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഇനിയും കൂടുതൽ നടപടികൾക്ക് ശ്രമിക്കരുത്. അത് ആ രാജ്യത്തിന്റെ അവസാനം കുറിക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതേസമയം ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി തെരഞ്ഞെടുത്ത പുതിയ പരമോന്നത നേതാവായ മൊജ്തബ ഖമേനിയെ കുറിച്ച് തനിക്കൊന്നും പറയാനില്ലെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് പ്രത്യേകമായി യാതൊന്നും തന്നെ പറയാനില്ല. ഇറാനെ നയിക്കാൻ താൻ മറ്റൊരാളെയാണ് മനസ്സിൽ കാണുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. മൊജ്തബയെ നിയമിച്ചതിൽ താൻ തൃപ്തനല്ലെന്ന് മുൻപ് തന്നെ ട്രംപ് പ്രതികരിച്ചു.